ഹലോ സ്റ്റുഡൻസ്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കീമുകളിൽ വരുന്ന സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സെൻട്രൽ സ്കീംസിൽ വരുന്ന മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് നൽകുന്ന സ്കോളർഷിപ്പുകളാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സ്കീം ഫോർ മൈനോറിറ്റീസ്, Post-Matric Scholarship Scheme for Minorities, Merit Scholarship for Professional and Technical Courses. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആണ്. പ്രീ മെട്രിക് മാത്രം 15-11 വരെയാണ് സമയം. ബാക്കി എല്ലാ സ്കോളർഷിപ്പിനും ഇവിടെ 30-11 വരെ സമയം കൊടുത്തിട്ടുണ്ട്. പ്രീ മെട്രിക് അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ, പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ. അതേസമയം കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ റിന്യൂവൽ എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. റിന്യൂവൽ 2021-22 എന്നുള്ള ലിങ്ക് ഉപയോഗിച്ച് വേണം അവർ ഈ വർഷം സ്കോളർഷിപ്പ് പുതുക്കാൻ വേണ്ടി. ഇതിനെ സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ആർക്കെല്ലാമാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്ന് ചോദിച്ചാൽ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കുള്ളതാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സ്കീം ഫോർ മൈനോറിറ്റീസ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സ്കീം ഫോർ മൈനോറിറ്റീസ് എല്ലാം. അത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പുകൾ ലഭിക്കുക. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സ്കീം എന്ന് പറയുന്നത് +1, +2 തലം മുതൽ കോളേജ്, പോളിടെക്നിക് വിഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. പ്രീ മെട്രിക് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ അംഗീകൃത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഹയർ സെക്കൻഡറിക്കോ ഡിപ്ലോമയ്ക്കോ ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ എംഫിലിനോ PhDക്കോ പഠിക്കുന്നവരായിരിക്കണം. അവർക്ക് തൊട്ടു മുമ്പത്തെ എക്സാമിനേഷന്, മെയിൻ എക്സാമിനേഷന് 50% കുറയാത്ത മാർക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അതേപോലെ തന്നെ NCVT അഫിലിയേഷൻ ഉള്ള ITI, ITSC സെന്ററുകളിൽ പഠിക്കുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ വൊക്കേഷണൽ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറിക്ക് തുല്യമായ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളാകാം. ഇങ്ങനെയുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏതെല്ലാം കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ലിസ്റ്റ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇനി വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടി? വാർഷിക വരുമാനത്തിന് പരിധിയുണ്ടോ? വാർഷിക വരുമാനത്തിന് പരിധിയുണ്ട്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റു സ്കോളർഷിപ്പുകളിൽ ലഭിക്കുന്ന കുട്ടികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് വാങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ മറ്റു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർ ഒരിക്കലും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വാങ്ങാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. ഇത് നേരിട്ട് കയ്യിലേക്ക് കിട്ടുമോ അതോ ബാങ്ക് വഴിയാണോ കിട്ടുക എന്ന് ചോദിച്ചാൽ ബാങ്ക് വഴി മാത്രമാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. IFSC കോഡുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകണം. കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കേരളീയരായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഡൊമിസിൽ എന്ന് പറയുന്ന ഭാഗത്ത് കേരളം എന്ന് തന്നെ സെലക്ട് ചെയ്യണം. കാരണം ഓരോ സംസ്ഥാനത്തിനും ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുന്നിടത്ത് കേരളം എന്ന് തന്നെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു കുടുംബത്തിലെ എത്ര കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു 2 കുട്ടികൾക്ക് ഒരു സമയത്ത് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, 2 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മൊബൈൽ ഉണ്ടാകണം, ഒരു സ്ഥിരമായ ഒരു നമ്പർ അതിനുണ്ടാകണം, ആധാർ നമ്പർ ഉണ്ടായിരിക്കണം. ആധാർ നമ്പരും ബാങ്ക് അക്കൗണ്ടും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കേണ്ടതുണ്ട്, അത് മറന്നു പോകരുത്.
നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ scholarships.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷാ ഫോമിന്റെ ഒരു മാതൃക പ്രിന്റ് എടുത്ത് അത് പൂരിപ്പിച്ചതിന് ശേഷം മൈനോറിറ്റി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുത്താൽ ആപ്ലിക്കേഷൻ പരിഗണിക്കില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞ് കിട്ടുന്ന പ്രിന്റ് ഔട്ടുകളും അതോടൊപ്പം ആധാർ കാർഡിന്റെ കോപ്പിയും ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കോപ്പികളും ഒക്കെയായിട്ട് സ്കൂളിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക്, കോളേജിലേക്ക് പോകണം. അവിടെ ഇത് വിശദമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. അതിനുശേഷം സ്റ്റേറ്റ് തലത്തിലും പരിശോധന ഉണ്ടാകും. അതുകൊണ്ട് കള്ളത്തരം ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. ഏതെങ്കിലും രീതിയിൽ അതിൽ തെറ്റുകൾ അല്ലെങ്കിൽ കള്ളത്തരം ഉണ്ടെന്ന് കണ്ടാൽ അപേക്ഷ നിരസിക്കുന്നത് ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സ്കോളർഷിപ്പ് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് റിന്യൂവൽ 2021-22 സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു പുതിയ പേജ് വരും. ഇവിടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തത് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഐ ഡി മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൊർഗോട്ട് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഐ ഡി കണ്ടുപിടിക്കാൻ സാധിക്കും. ഫൊർഗോട്ട് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറയുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ സെർച്ച് ബൈ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ് കിട്ടുക. അതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻട്രി ചെയ്യാനുള്ള ഒരു കോളവും ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്യാൻ പറയും. അതിനുശേഷം ചെക്ക് ആപ്ലിക്കേഷൻ ഐ ഡി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഐ ഡി കണ്ടുപിടിക്കാം. പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ റിക്കവർ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയുണ്ട്. ആ ലേബലിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഐ ഡി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ആപ്ലിക്കേഷൻ ഐ ഡി കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഉടൻ തന്നെ മറ്റൊരു പേജ് വരും. ഇവിടെ ആപ്ലിക്കേഷൻ ഐ ഡിയും ആപ്ലിക്കന്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും മദേഴ്സ് നെയിമും പഴയ മൊബൈൽ നമ്പരും ബാങ്ക് അക്കൗണ്ടും IFSC കോഡും കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് പുതിയ മൊബൈൽ ഫോൺ നമ്പർ നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. റിന്യൂ ചെയ്യുന്നവർ തൊട്ടു മുമ്പ് നടന്നിരിക്കുന്ന എക്സാമിനേഷന് 50% മാർക്ക് നേടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ലോഗിൻ ഫ്രഷ് 2021-22 എന്നുള്ള ലിങ്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണും യൂസ് ചെയ്യാവുന്നതാണ്. ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ പേജിലേക്കാണ് നമ്മൾ വരിക. ഇവിടെ ആദ്യം നമ്മളോട് കുറച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാൻ വേണ്ടി. കാരണം നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പറും IFSC കോഡും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകണം. പിന്നീട് ഒരു കാര്യം പറയുന്നത്, പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ അവരുടെ പേരൻസിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താലും മതിയാകും. എന്നാൽ ഒരു പേരന്റിന്റെ അക്കൗണ്ട് നമ്പർ 2 കുട്ടികൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം ആധാർ കാർഡ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകണം. ആധാർ കാർഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം നമ്മളുടെ സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് റെഡിയാക്കി കൊടുക്കേണ്ടതുണ്ട്. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ ലോഗിൻ ഏരിയയിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനെ കൊണ്ട് ഒപ്പിടിച്ചതിന് ശേഷം തിരിച്ചു വീണ്ടും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം കുട്ടികൾ കൊടുക്കേണ്ടതുണ്ട്. മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ ഒപ്പിട്ട് ഒരു ഫോം അവിടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് ഒരു ഫോട്ടോ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. ഫീ റെസിപ്റ്റ് നമുക്ക് വേണം. എന്നാൽ കഴിഞ്ഞ വർഷം ചെയ്ത രീതി എന്ന് പറയുന്നത് നിലവിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ പ്രിൻസിപ്പൽ എല്ലാ കുട്ടികൾക്കും നൽകുകയായിരുന്നു.
ആ ഒരു ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു പോയത്. ഫീ റെസിപ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഫോമുകളൊക്കെ ഒന്നുകിൽ JPG ഫോർമാറ്റിലോ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലോ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. 200 KB താഴെ മാത്രമേ ഇതിന്റെ ഫയൽ സൈസ് വരാൻ പാടുള്ളൂ. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി. അതെല്ലാം ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയതിനു ശേഷം ഏറ്റവും താഴെ ഐ എഗ്രി ദ ഫോളോയിങ് എന്ന് പറയുന്ന ഭാഗത്ത് 3 കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ എനേബിൾ ആയിട്ട് വരും. കണ്ടിന്യൂ ബട്ടൺ എനേബിൾ ആയി കഴിയുമ്പോൾ ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാം. അതായത് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി അടുത്ത പേജിലേക്ക് പോകാം. ഇതാണ് പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടിക്ക് വരുന്ന രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കോളർഷിപ്പിന്റെ കാറ്റഗറി സെലക്ട് ചെയ്യാം. പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായ കുട്ടിയുടെ പേര്, സ്കീം ടൈപ്പ് സ്കോളർഷിപ്പ് സ്കീം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ബാങ്കിന്റെ IFSC കോഡ്, ബാങ്ക് നമ്പർ, ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അത് ആധാർ നമ്പർ ആയിരിക്കും പ്രധാനമായിട്ടും കൊടുക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡ് കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP തിരിച്ച് എൻറ്റർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മളുടെ അഡ്രസ്സും അതോടൊപ്പം മറ്റു ഡോക്യുമെന്റ്സും എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നതായിരിക്കും.